ഓക്കെ, നല്ല അടിപൊളിയാണ്. പണ്ട് മുനിമാരും ഋഷിമാരൊക്കെ ഇവിടെ നിന്ന് തപസ് ചെയ്ത് കാണും. ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം മഴക്കാലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നിബിഡമായ വനത്തിനുള്ളിലൂടെ പ്രവേശിച്ച് നമ്മൾ ഭൂതത്താങ്കെട്ട് ഡാമിലേക്ക് പോവാണ്. ഭൂതം നിർമ്മിച്ച ഈ ഒരു ഡാമിൽ നമ്മൾ കണ്ടിട്ട് ഈ ഡാമിൽ നമ്മൾ വലയിട്ട് പിടിച്ച, നമ്മളല്ല വേറെ ആരോണ്ട് വലയിട്ട് പിടിച്ച നല്ല അടിപൊളി ചോറും അതിൻ്റെ കൂടെ ആ വലയിട്ട് പിടിച്ച ആ ഒരു മീൻ ഫ്രൈയും ചേർത്ത് ഒരു പിടി പിടിക്കണം കേട്ടോ. ആ ഒരു വീഡിയോയും കൂടെ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലേക്കിന് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ നമുക്ക് തുടർന്നുള്ള വീഡിയോ വരും, നോട്ടിഫിക്കേഷനായിട്ടും വരും കേട്ടോ. നമ്മൾ വീഡിയോ ഒന്ന് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം ഐ ആം രമേശ്, വെൽക്കം ടു. You move slow and I move fast, and that's facts. Only I can make a change. Slowly take a step today. I will never be the same, 'cause that's what it takes. നമ്മളിപ്പോൾ ഭൂതത്താങ്കെട്ടിൻ്റെ അണക്കെട്ടിൻ്റെ അവിടെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇത് ഭൂതം വനിത എത്രാമത്തെ അണക്കെട്ടാ? 8ാമത്തെ അണക്കെട്ട്. സർക്കാർ വനിത. സത്യം പറയട്ടെ, ഞങ്ങൾ ഭൂതത്താങ്കെട്ട് അണക്കെട്ടെന്ന് കരുതി ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പയ്യെ നടന്നു വരുമ്പോഴാണ് അത് സത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത് സർക്കാർ പണിത് ഒരു അണക്കെട്ട്. നമ്മളിവിടെ വരെ ചൊറിയും കുത്ത് വന്നത് തിരികെ ഒരു ബ്ലൂ ബെറി ഐസ്ക്രീം മേടിക്കാമെന്ന് വെച്ചു. നല്ല ബ്ലൂബെറി ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടില്ല, ബാക്കിയുള്ള ഐസ്ക്രീം ഫ്ലേവർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കഴിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം. കഴിച്ചോണ്ട് ഐസ്ക്രീം ടേസ്റ്റ് ഉണ്ട്, ബ്ലൂബെറിയുടെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ബ്രോ എങ്ങനെയുണ്ട്? ഐസ്ക്രീം മേടിച്ച് കഴിക്കാൻ വേണ്ടി ആ ഡാം താണ്ടി അവിടെ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നു. പഴയ ഭൂതത്താങ്കെട്ട് അണക്കെട്ട് കാണാനാണ്. നല്ല നിബിഡമായ വനങ്ങളാണ് കാണുന്നത്, നല്ല ഭംഗിയുണ്ട്. കാണാൻ പോവാണ്. ഈ വഴിയാണ് നമ്മൾ പോണത്. നല്ല മരങ്ങളും നല്ല കുരുവിയുടെ ശബ്ദവും കാടിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോണത്. ഓക്കെ, അപ്പം നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ 3 സ്ഥലത്തും പോയി. എന്തായാലും കുഴപ്പമില്ല, നല്ല ഭംഗിയാണ് സ്ഥലം. കുരങ്ങിൻ്റെ സൗണ്ട് കട കേൾക്കുന്നുണ്ട്. അപ്പം കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്. ബ്രോ, നമ്മൾ ഫുഡ് എവിടെ നിന്ന് കഴിക്കും? ഓക്കെ, ഒന്ന് കഴിക്കല്ലേ, ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട് കേട്ടോ, ഉള്ള കാര്യം. നല്ല തണുപ്പും നല്ല ചൂടും അതിനനുസരിച്ച് നല്ല വിശപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ 1 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞു. നടന്ന് ഒരു 10 കിലോമീറ്റർ കൂടുതലായി നടക്കുന്നുണ്ടാകുന്നത്. പിന്നെ ഇവിടെ ആനയൊക്കെ ഉണ്ട്. പറഞ്ഞ നാളെടുത്തില്ല ആനപ്പിണ്ടം. അപ്പം 2 സൈഡും നോക്കി വരിക. ആനയും കുരങ്ങും
പുലിയും കടുവയോ കടുവയുണ്ടോന്നും അറിയില്ല, ആന എന്തായാലും ഉണ്ട്. അപ്പം ഫ്രഷ് ചാണകമാണ് ആനയുടെ. അപ്പം ഈ വഴിക്കൊക്കെ ആനയുടെ വിഹാര കേന്ദ്രമാണ്. പക്ഷെ നല്ല ഭംഗിയാട്ടോ, നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പ്രകൃതി രമണിയുടെ സ്ഥലമാണ് അല്ലേ ബ്രോ? പ്രകൃതി രമണിയുടെ സ്ഥലമാണ്. രമണി ഇപ്പം ഇതാണ് കാര്യം, നമ്മള് കാട്ടിലൂടെ കയറി പോവാണ്. ടാർസന്റെ അവസ്ഥയാണ്, വള്ളി തൂങ്ങി പോകേണ്ട അവസ്ഥ വരും. പക്ഷെ വള്ളി ഉണ്ടെങ്കിൽ തൂങ്ങിപ്പോവാനും എളുപ്പത്തിൽ അപ്പുറം വള്ളി ചാടിയിട്ട് അങ്ങനെ പോകാനും. പക്ഷെ വള്ളിയില്ല, മൊത്തം ഒരു കാടിന്റെ ഇടയിൽ കൂടെയാണ്. ഏതാണ് മാൻ വേഴ്സസ് വേൾഡ്, നമ്മുടെ ഫുഡ് ചാനലാണ്. എന്നാലിപ്പം വന്ന് മാൻ വേഴ്സസ് വേൾഡിന്റെ ഒക്കെ വെയിറ്റ് ചെയ്യും. ഓക്കെ, വന്ന് മാൻ വേഴ്സസ് വേൾഡ് അതുപോലെ ആയിട്ട് നമ്മുടെ ചാനൽ കണ്ടന്റ്. നടന്ന് മടുത്തു, നല്ല ദാഹമുണ്ട്, അതിന് കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം, വെയിറ്റ് ആൻഡ് സീ. ഇതാണ് നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ പുലിയോ മാനല്ല പുലിയോ കടുവയോ സിംഹമോ അല്ല, അവർക്ക് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ നമ്മളെ മതി. അങ്ങനെ ഒരു കാര്യമുണ്ട്, സൂക്ഷിച്ചും കൊണ്ട് പോവുക. അതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അതുപോലെ കൊടുങ്കാടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കാണിച്ചു തരാം. കണ്ടോ, ഏതോ മൗഗുലിയുടെ കാടിനകത്ത് പെട്ട അവസ്ഥയാണ്. ഇപ്പൊ ഞാനും ടിജോ ബ്രോ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഹായ്, നമുക്ക് ഇവിടെ നിന്ന് തപസ് ചെയ്യാം. അങ്ങനെ ഒരു ഫെസിലിറ്റീസ് പ്രകൃതിയായിട്ട് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊരു കാട്ടില് ഭൂതത്താങ്കെട്ട് 2 വഴിയായിട്ട് പിരിയുന്നുണ്ട്. ഓക്കെ, ഹായ്, ഇതാണ് ഗൈസ് ഭൂതമൊക്കെ. നല്ല അടിപൊളി സ്ഥലം. ഇതാണ് ഗൈസ്, എന്ത് വലിയ മരമാണ് ഇത്. ദിനോസറിന്റെ കാലത്ത് പഴക്കമുള്ള മരമൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നല്ല അടിപൊളി കേട്ടോ. എന്നെക്കാൾ പൊക്കുണ്ട്, എന്നെക്കാൾ പൊക്കുണ്ട്. വേറൊരു പരിപാടി അങ്ങോട്ട്. ഇങ്ങനെ തപസ്സിരിക്കാൻ പറ്റിയ നല്ല സ്പേസ് ആണ്. ഓക്കെ, നല്ല അടിപൊളിയാണ്. പണ്ട് മുനിമാരും ഋഷിമാരൊക്കെ ഇവിടെ നിന്ന് തപസ് ചെയ്താണ്. അതുപോലത്തെ ഒരു സ്ഥലമാണ്. കണ്ട, രണ്ടിങ്ങനെ ഒരു എന്നാ പറയണ്ടേ, കറക്റ്റ് റാ ഷേപ്പില് അതുപോലത്തെ ഒരു മരമാണ് ഈ ഒരു സ്ഥലം. പിന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി, ഇവിടെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. എന്നാ പറയാ, ഇവിടെ നല്ല ഈ വെയിലത്ത് ഇവിടെ കുത്തിയിരിക്കാനേ പറ്റുള്ളൂ. നല്ല മടുത്ത് ശരിക്കും, വെള്ളമില്ല, ഒന്നുമില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതുപോലെ ഞാൻ മടുത്തു. പ്രോ പോയിട്ട് വാ, എനിക്ക് ഇവിടെ ഇരുന്നത് ഏകാ തോന്നുന്നുണ്ട്. ഓക്കെ, ആ പക്ഷികളുടെ മൃഗങ്ങളുടെ അല്ലേ എന്റെ കരച്ചിലാണ്. ഗായ്സ്, മൊത്തം അതുപോലെ മരം ഇത് മരത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇതുപോലെ മരം ഈ സൈഡ് ഫുള്ളും ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് കറക്റ്റ് റാ ഷേപ്പില് ഒരു ഗുഹ പോലത്തെ മരം പണ്ടാണ് ആദ്യം. ഇതിന്റെ ഇടയ്ക്ക് പോയി നിന്നാ പോയി അറിയത്തില്ല. അതുപോലത്തെ ഒരു മരമാണിത് ഈ കാണുന്നത്. അതെ, ആന വന്നാൽ ഇവിടെ ഒളിച്ചിരിക്കുന്ന നല്ല പറ്റിയ സ്ഥലം കേട്ടോ. ആന ഒന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഓക്കെ, അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറെ നടന്ന് 1.5 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞു. ഇതുപോലെ ഡാമെത്തിയില്ല. നമ്മൾ കുറെ നേരമായിട്ട് ടാർസന്റെ വള്ളി കിട്ടി. ടാർസന്റെ വള്ളി കിട്ടി. 2 വഴിയായിട്ട് പിരിയുന്നുണ്ട്.
ഏതാണ് നമുക്ക് അറിയത്തില്ല. ഏതോ ഒരു കാട്ടികപ്പെട്ട അവസ്ഥയാണ്. ഒറ്റ മനുഷ്യനില്ല, ഞാനും ജിയോ ബ്രോ മാത്രമേ ഉള്ളൂ. വെക്കേഷനൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും, അത് വേറെ കാര്യം. ഇപ്പം കാട്ടിൽ കാണുന്ന പല വിധത്തിലുള്ള സസ്യലതാദി മൃഗങ്ങളാണ്. ഇതൊക്കെ എന്തെങ്കിലും ഔഷധത്തിനൊക്കെ ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വേര് എണ്ണുമ്പോൾ മറ്റേ ഇതിൻ്റെ പേരക്കയുടെ വേരിൻ്റെ സെറ്റപ്പാണ്, പേരമരത്തിൻ്റെ വേരിൻ്റെ സെറ്റപ്പാണ്. എന്തെങ്കിലുമൊക്കെ ഔഷധ ഗുണമുള്ള ചെടികളാവാം. ഇപ്പം മൊത്തം വേരുകളാണ്, വഴി നിറയെ വേരുകളാണ്. ശരിക്കും ഇത് ചെരുപ്പിടാൻ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. നമുക്ക് കുറേ നേരമായിട്ട് നമ്മൾ ഇവിടെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഒറ്റ മനുഷ്യനാണല്ല, ഒരു ആന വന്നാൽ പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനും ബ്രോവും മാത്രമേ ഉള്ളൂ. പല സൗണ്ട് കേൾപ്പുണ്ട്. അല്ല, ഭൂതത്തിൻ്റെ സൗണ്ടാണ് ദൈവത്തിന് ഇറക്കും. ഓക്കെ, കുഴപ്പം ഇത് നല്ലൊരു കാടിൻ്റെ അകത്ത് അകപ്പെട്ട ഒരവസ്ഥയാണ്. ഇതാണ് കാഴ്ച. നമ്മള് നടന്നതേ വീണ്ടും ഏതൊരു കാവിലോ ഒരു കാട്ടിലോ അതിനിടയ്ക്ക് തന്നെ നമ്മൾ നടക്കുന്നത്. മടുപ്പ് കെട്ട് നടന്ന് മടുത്തു. ഇവിടെ കുറേ നേരം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കും തോറും ദൂരം കൂടിക്കൊണ്ടിരിക്കുക ഗൈസ്. ഇതൊക്കെയാണ് ഭൂതത്താൻകെട്ടിൻ്റെ അവസ്ഥ. പണ്ട് ഭൂതവും ഒക്കെ ചേർന്ന് പണ്ട് ഡാമാണ് അപ്പോൾ കാണാൻ പോണത്. ഓക്കെ, ഏർമാടം വല്ല പുലിയോ കരടിയോ വരുവാണെങ്കിൽ കുളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതിലൊക്കെ കയറിയാൽ മതി. പിന്നെ ഇവിടെ കമ്പൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അതുപോലെ മരങ്ങൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഇവിടെ മാത്രമല്ല. അപ്പം വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഇടാനുള്ള സ്ഥലമുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലും വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ ഇവിടെ ഇടാം. പക്ഷെ നല്ല രീതിക്ക് ആ സംരക്ഷണത്തിന് ഒറ്റ വേസ്റ്റ് നമ്മളിവിടെ കാണാൻ പറ്റില്ല. അതുപോലെ സംരക്ഷിച്ചാണ് അവർ കാടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ വരുമ്പോഴും ഇതുപോലെയൊക്കെ വേസ്റ്റ് ഒന്നും ഇടാതെ സൂക്ഷിക്കാം. പിന്നെ കാടിൽ നിന്ന് എടുക്കാതെ ഊഞ്ഞാൽ കെട്ടി വെച്ചേക്കണേ. ആനയ്ക്കോ പുലിക്കോ ആടാനുള്ള ഊഞ്ഞാലാണ് ഗൈസ്. പിന്നെ രണ്ടാമത്തെ തരം മരത്തിന് പേരെന്ന് പറയുള്ളൂ. എല്ലാ സ്ഥലത്തും ഇതേ കൂട്ട് മരം കുറേ ഉണ്ട്. പക്ഷേ നല്ല ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഷൂട്ടിങ് നിരോധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെ അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ചാളുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. കല്ലൊക്കെ ഭയങ്കര റിസ്ക്കാണ്. മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ മൊത്തത്തിൽ കിടക്കും കേട്ടോ. മഴക്കാലത്ത് വരുമ്പോൾ സൂക്ഷിക്കുക. ഇതാണ് നമ്മുടെ ഭൂതമൊക്കെ കെട്ടിയ ഡാമാണത് നിങ്ങൾ കാണുന്നത്. കല്ലും മണലൊക്കെ വെച്ച് പണ്ട് കാലത്ത് പണിത് അണക്കെട്ട് എന്ന വിശ്വാസം. ഇവിടുത്തെ ഈ അണക്കെട്ട്, അതാണ് ഭൂതത്താൻകെട്ട് എന്നൊരു പേര് വരാൻ കാരണം ഇതാണ്. പിന്നെ ഇവിടെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ഇവിടെ സിനിമ ഷൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഫോറസ്റ്റുകാരുടെ അനുമതി മേടിക്കുക, പിന്നെ വരിക, ആസ്വദിക്കുക. പിന്നെ അനാശാസവും കുളിച്ചിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ പെർമിഷൻ അല്ല. ഇവിടെ എപ്പോഴും ഫോറസ്റ്റുകാരുടെ നിരീക്ഷണത്തിലായിരിക്കും നമ്മളെപ്പോഴും കാണുക. അതുപോലെ ഫോറസ്റ്റുകാരുടെ നിരീക്ഷണത്തിന് നമ്മളിപ്പോൾ കാണുക. നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മഴക്കാലത്തൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. നല്ല ഈ നിൽക്കുന്ന സ്ഥലത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം നമ്മൾ കാണിച്ചു തരാതെ, ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം മഴക്കാലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഐതിഹ്യം അനുസരിച്ച് അവിടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്. ആ ഒരു ശിവക്ഷേത്രത്തിൽ
പണ്ട് ശിവൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൈലാസത്തിൽ നിന്ന് ഇവിടെ നിന്ന് ശിവൻ തപസ് ചെയ്തു എന്നാണ് വിശ്വാസം. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാർവതി അവിടെ കൈലാസത്തിൽ നിന്ന് തിരിച്ച് ശിവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഗണങ്ങളെ വെച്ച് പണിതൊരു ഡാമാണെന്ന് വിശ്വാസം. അതാണ് ഈ സ്ഥലത്തിന്റെ പേര് ഭൂതത്താൻകെട്ട് എന്ന പേര്. പക്ഷേ എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഒരു ദിവസമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ല അടിപൊളി സ്ഥലമാണ് ഭൂതത്താൻകെട്ട്. നിങ്ങൾ ഭൂതമൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ ഒന്നും വരണ്ട. ഒറ്റ ഭൂതമൊന്നും ഉണ്ടാവില്ല ഇവിടെ. വെറും ഡാം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഡാം സന്ദർശിക്കുക, വെള്ളത്തിൽ ഇറങ്ങാൻ ട്രൈ ചെയ്യേണ്ട. കാരണം നല്ല ആഴമുള്ള സ്ഥലമാണ്. വെള്ളത്തിൽ ഇറങ്ങിയാൽ ബോഡി പോലും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ ട്രൈ ചെയ്യേണ്ട. പിന്നെ എപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ണ് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നോക്കിയും കണ്ട് പോവുക, സെൽഫി എടുക്കുക, റീൽസ് എടുക്കുക, പിന്നെ ഇതുപോലെ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ വ്ളോഗ് എടുക്കുക. മിണ്ടാതെ വീട്ടിലോട്ട് പോവുക. അല്ലാതെ ഇവിടെ കുളിക്കാനോ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ പണിയാവും. കാരണം എപ്പോഴും ഇവിടെ ഫോറസ്റ്റുകാരുടെ നിരീക്ഷണത്തിലാണ്. നമ്മളെല്ലാം കൂടെ ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുവാണ്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് അല്ല. അവിടെ എങ്ങനെയുണ്ട്, ഫുഡ് എങ്ങനെയുണ്ടെന്നോ ഒരു പ്രിപ്പയർഡും അല്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം സത്യസന്ധമായിട്ട് പറയാം. പൂച്ചനില പാവിരിച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറിയെല്ലാം വിളമ്പി വെച്ചു. അതുപോലെ തന്നെ അടിപൊളി ഇടുമ്പമ്പുളി അച്ചാറ്, ചമ്മന്തി, വയറ് തോരൻ, അങ്ങനെ ചെറിയ കറി അത്യാവശ്യം മതി. വയറ് നിറയുള്ള കറിയുണ്ട്. ഒടുക്കത്തെ തിരക്കാണ്. കലബില എന്ന് ഒച്ചയാണ്. നമുക്ക് ഈ ഒരു സീറ്റ് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാട്ടോ. നല്ല വിശപ്പില്ലാന്ന് തോന്നുന്നു. ആ ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഫീൽ ആവുന്നുണ്ട്. നല്ല ഇടുമ്പമ്പുളി അച്ചാറും നല്ല ചോറും ചേർത്തിട്ട് കുഴച്ച് ഒന്ന് കഴിച്ച് നോക്കാം. ആദ്യമായിട്ട് കഴിക്കണേ, അതിൻ്റെ ടേസ്റ്റ് നോക്കാം. പുഴമീനുണ്ടല്ലോ, നല്ല ക്രിസ്പി ആട്ടോ. അങ്ങനെ പിടിച്ചെടുക്കുമ്പോഴേക്കും നല്ല സെറ്റപ്പാണ്. എടുത്ത് വരണ്ട് വെച്ചുമ്പോഴേക്കുണ്ടല്ലോ നല്ല എരിവുള്ള കറിയാട്ടോ. കൂട്ടി ഞങ്ങൾ കഴിച്ച് നോക്കുകയാണ്. എന്തായാലും വിശക്കുന്നുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ പുഴമീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കഴിക്കുകയാണ്. വിശന്ന് ഉപ്പാട് തീക്കുമായിരുന്നു. അതുകൊണ്ട് എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് പയറ് കറിയുടെ കൂടെ ചേർത്ത് ഈ ഒരു മോര് കറിയും കൂടെ ചേർത്ത് കഴിച്ച് നോക്കാം. ടേസ്റ്റ് പറഞ്ഞാലേ വേറെ ലെവല് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളാണെന്ന് ഈ ഒരു മീനിൻ്റെ സ്പെഷ്യൽ ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്നും ഭൂതം പിടിച്ച മീനിലാട്ടോ, നമ്മൾ പിടിച്ച മീൻ തന്നെയാണ്. ആ നാരങ്ങ പിഴിഞ്ഞ സവോളയും ഇടുമ്പമ്പുളി അച്ചാറും ഉള്ളിയൊക്കെ ചേർത്ത് കഴിക്കുവാണേ. കണ്ണടച്ച് ആ ടേസ്റ്റ് എൻജോയ് ചെയ്താലേ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്ന് പിടിച്ച മീൻ. അത് നമ്മൾ നൈസായിട്ട് എടുക്കുവാണേ. മീനെന്ന് വെച്ചാൽ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് മീൻ. ഫ്രൈ ചെയ്ത കരുവേപ്പില ടേസ്റ്റും ഫ്രൈ ചെയ്ത ഇഞ്ചിയുടെ ടേസ്റ്റും അകത്ത് നല്ല സോഫ്റ്റാണ്. എനിക്ക് ആ ക്രിസ്പി ആയിട്ടുള്ള ആ തലയുടെ ഭാഗം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും കഴിക്കാൻ തോന്നുന്നുണ്ട്. മീൻ കറിയും മോരും പിന്നെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഭാഗവും ചേർത്തിട്ട് കൂട്ടിക്കുഴച്ച ടേസ്റ്റ് എന്ന് വെച്ചാലേ എൻ്റെ പൊന്നോ, ഇതാണ് ടേസ്റ്റ്. നോർമൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിയുന്ന ടേസ്റ്റ് തന്നെയാണെങ്കിലും വ്യത്യസ്തമായിട്ട് അവർ മസാലക്കൂട്ടൊക്കെ ചേർന്ന് നല്ല അടിപൊളിയായിട്ടുള്ള മീൻ എരിവും ആ ക്രിസ്മസിനുള്ള ഫ്രൈനെസ്സും എല്ലാം അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ ആ ഒരു മീനിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കള്ളുണ്ടെങ്കിൽ മക്കളെ വേറെ ലെവലാണ്. ചോറിന് പകരം കപ്പയും ഈ ഒരു മീൻ ഫ്രൈയും പിന്നെ ഒരു കള്ളും അപാര കോമ്പിനേഷൻ ആയിരിക്കും. നാരങ്ങയിൽ മുക്കിയ ഒരു വെള്ളരിക്കയും ആ മീൻ ഫ്രൈയും പിന്നെ ആ നല്ല മോരും ആ ഒരു മീൻകറിയും ചേർത്ത് ആ ചോറ് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല ഉരുണ്ടിയിട്ട് അതങ്ങ് കഴിച്ചാലുണ്ടല്ലോ കണ്ണടച്ച് എൻജോയ് ചെയ്ത് ഫീൽ ചെയ്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് എൻജോയ് ചെയ്യണം. ഓക്കെ.